ഹായ് ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു സ്റ്റിച്ചിങ് ആയിട്ട് കേട്ടോ, ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. അതിനാവശ്യം ബേസിക് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ചായിട്ടോ ഞാൻ ഇന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി സ്റ്റിച്ചാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാനൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇഷ്ടമുള്ളവർ ഇത് കാണുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു പഠിക്കാൻ നോക്കുക. അപ്പോൾ അത് റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കളർ നൂലെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്ന് കുത്തി ഫ്രണ്ടിലോട്ട് എടുക്കുക, അതായത് മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കയറ്റി രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് എടുക്കുക. നോക്കുക. അപ്പോൾ റാ കടക്കൊന്ന് വരും കേട്ടോ. നമ്മൾ വലിച്ചു പിടിക്കരുത് നന്നായിട്ട്. അതൊരു റാ ഷേപ്പിന് വരുന്ന രീതിക്ക് വേണം എടുക്കാനായിട്ട്. അതായത് കണ്ടത് നമ്മളൊന്ന് പിടിച്ച് വലിക്കുക, അങ്ങനെ സ്റ്റക്ക് ചെയ്ത്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ഇതിനകത്തൂടെ കയറ്റി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും തിരിച്ച് റാ തിരിഞ്ഞ് വരുന്ന രീതിയിലാവും. നോക്കണം, മറ്റു ലൈൻ നമ്മൾ പിടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ടൈറ്റായി പോകും കേട്ടോ. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ടു നോക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ സൂചി താഴേക്ക് കുത്തി ഇറക്കിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് നമ്മളിത് അതേ സെയിം കളർ നൂല് കൊണ്ട് തന്നെ നോട്ടിട്ട് കൊടുത്ത ശേഷം അതേ സെയിം പ്ലേസിൽ നിന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് ശ്രദ്ധിക്കണം, റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ലൈനിൽ നിന്ന് വേണം ഇത് താഴേക്ക് കുത്തി എടുക്കാനായിട്ട്. കണ്ടോ, ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണ് താഴെ നിന്ന് മുകളിലോട്ടാണ് കുത്തിയെടുത്ത്. ഇത് നേരെ തിരിച്ച് കുത്തിയെടുത്ത് റാ പോലെ എടുക്കുക. നോക്കിക്കോ, ഇതുപോലെ റാ കണക്ക് എടുത്താലുണ്ടോ. അതപ്പോൾ നമുക്ക് ഓരോ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് എല്ലാ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ക്രോസ് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രോസ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ രണ്ട് ലൈനും അതായത് രണ്ട് നൂലും കൂടെ ഒന്നിച്ചെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത് കേട്ടോ. രണ്ടാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്, 2 ഇഴ നൂലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ഇഴ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 3 ഒരു 4 ഇഴകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും 2 ഇഴ നൂലെടുത്ത് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഭംഗി കുറവ് വരും. ഇപ്പോൾ എൻ്റെ ഒരു ഫിനിഷ് വന്നിട്ടില്ല, അത് ഈ ത്രെഡ് ആയതുകൊണ്ട്. ഇത് കോട്ടൺ നൂലല്ലേ, നമ്മളിപ്പോൾ ഒരു സിൽക്കിൻ്റെ നൂലാണ് എടുത്ത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇതുപോലെ എടുത്ത ശേഷം എവിടെയാണോ റണ്ണിങ് സ്റ്റിച്ച് ക്ലോസ് ചെയ്തേക്കുന്നത് അവിടെ തന്നെ കുത്തി താഴോട്ട് ഇറക്കിയിട്ട് വേണം കെട്ടിടാൻ കേട്ടോ. ഇതുപോലെ ഇരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്